ഗ്രേസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ കോളിൽ ഒരേ സമയം 70 പേർ. ആപ്പ് വികസിപ്പിച്ചത് 15കാരൻ. വീഡിയോ കോളിനായി പുതിയ ആപ്പ് വികസിപ്പിച്ച എറണാകുളം വൈറ്റില സ്വദേശിയായ 15 വയസ്സുകാരൻ ശ്രേയസ് ശ്യാം എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരേ സമയം 70 പേരെ വീഡിയോ കോൾ ചെയ്യാനായി സെസ്കോ മീറ്റ് എന്ന ആപ്പ് വികസിപ്പിച്ചത്. ഇന്നത്തെ വീഡിയോ സെസ്കോ മീറ്റ് എന്ന ആപ്പ് എങ്ങനെയാണ് നമുക്ക് ഫോണുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫോണുകൾ തമ്മിൽ സെസ്കോ മീറ്റ് വഴി നമുക്ക് വീഡിയോ കോള് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, സെസ്കോ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. 16 MB മാത്രമാണ് സെസ്കോ മീറ്റിന് സൈസ് ഉള്ളത്. ഓക്കെ, അത് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക, ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിത് ഒരു 3 ഫോണുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, 3 ഫോണുകളിലും സെസ്കോ മീറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഇൻ്റർഫേസിൽ തന്നെ ഉണ്ട്, വളരെ എളുപ്പം തന്നെ നമുക്ക് കണക്ട് ചെയ്യാന്നുള്ള രീതിയാണ് ചെയ്തിട്ടുള്ളത്. ക്രിയേറ്റ് ജോയിൻ എന്നുള്ളൊരു ബട്ടണുമുണ്ട്, അതുപോലെ തന്നെ ഷെയർ എന്നുള്ളൊരു ബട്ടണുമുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് എൻ്റർ റൂം നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റൂം നെയിം കൊടുത്തതിന് ശേഷം നമുക്കത് വാട്സാപ്പിലൂടെയോ മെസ്സഞ്ചറിലൂടെയോ മെസ്സേജ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം, ബാക്കിയുള്ളവർക്ക് അറിയിക്കാം ഈ റൂമിലാണ് വീഡിയോ കോളിംഗ് അല്ലെങ്കിൽ വീഡിയോ ചാറ്റിംഗ് നടക്കുന്നതെന്നും. അതിനുശേഷം ക്രിയേറ്റ് അല്ലെങ്കിൽ ജോയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റ് ആവും. നമുക്ക് നോക്കാം, 3 ഫോണിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ഫോണിൽ ഞാൻ ഗ്രേസ് മീഡിയ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേരിലാണ് നമ്മൾ വീഡിയോ കോളിംഗ് തുടങ്ങുന്നത്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ഫോണിൽ അവിടെ ഞാൻ അതുപോലെ തന്നെ ഗ്രേസ് മീഡിയ എന്ന് ടൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫോണിലും ഗ്രേസ് മീഡിയ എന്ന് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തു. ശേഷം ആദ്യത്തെ ഫോണിൽ ക്രിയേറ്റ് അല്ലെങ്കിൽ ജോയിൻ എന്നുള്ള ഒരു ബട്ടണ് പ്രസ് ചെയ്യാണ്. അതിന് മുന്നേ ഞാൻ ഷെയർ കാണിച്ചു തരാം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും ആ നെയിം. അപ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ജോയിൻ കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഒരു ആഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ആഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഫോണിൽ ക്രിയേറ്റ് ജോയിൻ കൊടുക്കാം, മൂന്നാമത്തെ ഫോണിലും ക്രിയേറ്റ് ജോയിൻ കൊടുക്കാം. ഓക്കെ, 3 ഫോണുകളിലും 3 പേരുടെ വീഡിയോസും വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓഡിയോയും വീഡിയോയും ഡിസേബിൾ ആണ്. നമ്മുടെ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ ഓണാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഫോണിലും വീഡിയോ ഓണാക്കുന്നതിനനുസരിച്ച് നമുക്ക് അവിടുത്തെ വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മൈക്ക്. നമ്മൾ മൈക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ കഴിയും. ഇതുകൂടാതെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാനും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും ലൈവ് സ്ട്രീം ചെയ്യാനും യൂട്യൂബിലോട്ട് വീഡിയോ ആഡ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ ഓഡിയോ ഡിസേബിൾ ചെയ്യാനും വീഡിയോ ഡിസേബിൾ ചെയ്യാനും പിന്നെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സൈഡിൽ 3 ഡോട്ട് ഒരുപാട് ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേര് തന്നെ നമുക്ക് അടിച്ചിടാം, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പേര് നമുക്ക് അടിച്ചിടാം. അതിൽ സൈഡിൽ മെസ്സേജിൻ്റെ ഒരു ചതുരം ചിഹ്നമുണ്ട്, അതിനകത്ത് നമുക്ക് പേര് അടിച്ച് സേവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഡിസേബിൾ ആയാലും നമുക്ക് ആരാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സെസ്കോ മീറ്റ് ഫോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത് പലരും സംശയം ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇതിലുള്ള ഫുൾ ക്രെഡിറ്റും ഈ ആപ്പ് ഉണ്ടാക്കിയ ശ്രേയസ് ശ്യാമിന് തന്നെ നൽകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ ബൈ.